വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ നമ്മുടെ LGSന്റെ ക്ലാസ്സിൽ കേരള ഫാക്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ മത്സ്യബന്ധനം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വളരെ പ്രധാനമാണ്. കുറേയധികം കാര്യങ്ങൾ മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്കറിയാം കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മളത് കേരള ജോഗ്രഫിയുടെ ക്ലാസ് തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങുമ്പോൾ നമ്മൾ അതിൽ കൃത്യമായിട്ട് പറയും. അപ്പൊ അതില് കേരളത്തിലെ ഏകദേശം തീരദേശം അല്ലെങ്കിൽ കടൽ പ്രദേശം എന്ന് പറയുന്നത് എത്രയാണെന്ന് നമ്മൾ പഠിക്കും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 590 കിലോമീറ്റർ ആണ് കേരളത്തിന്റെ തീരപ്രദേശം അല്ലെങ്കിൽ കടൽ തീര ദൈർഘ്യം. അങ്ങനെ കേരളത്തില് ഇത്രയും മാത്രം കടൽ പ്രദേശം കേരളത്തില് ഉള്ളതില് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഏത് ജില്ലയിലാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ കാണപ്പെടുന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആലപ്പുഴ ജില്ലയാണ് പറയുക. എന്നാൽ കേരളത്തിൽ ഏറ്റവും കുറവ് മത്സ്യത്തൊഴിലാളികൾ നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ ഉത്തരം പറയുക വയനാട് ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ആലപ്പുഴ ജില്ലയിലും കേരളത്തിൽ ഏറ്റവും കുറവ് മത്സ്യത്തൊഴിലാളികൾ വയനാട് ജില്ലയിലുമാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സജീവ മത്സ്യത്തൊഴിലാളികൾ കണ്ടു. അപ്പൊ എന്താ ഇതിന്റെ പ്രത്യേകത? സജീവ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം തിരുവനന്തപുരമാണ്. സജീവ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ. അതായത് സജീവ മത്സ്യത്തൊഴിലാളികളുടെ പ്രത്യേകത എന്താണെങ്കിൽ ഇവർ ഉപജീവനത്തിനായിട്ട് മത്സ്യബന്ധനം ഉപജീവന മാർഗമായിട്ട് എടുത്തേക്കാണ്. കൂടാതെ ഇവര് മത്സ്യ തൊഴിലാളി വിഭാഗത്തിന്റെ ക്ഷേമനിധി ബോർഡില് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരുമാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ സജീവ മത്സ്യത്തൊഴിലാളികൾ എന്ന് വിളിക്കുന്നത്. എന്താണ്? ഉപജീവനം മത്സ്യ ബന്ധനം തെരഞ്ഞെടുത്തിരിക്കുന്നതും മത്സ്യത്തൊഴിലാളിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരെ നമ്മൾ സജീവ മത്സ്യത്തൊഴിലാളികൾ എന്ന് വിളിക്കുന്നു. അത്തരം സജീവ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം. എന്നാൽ അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ ഉള്ളത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ആലപ്പുഴ ജില്ലയാണ് പറയാം. അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെ പ്രത്യേകത എന്താണെങ്കിൽ ഇവർ ക്ഷേമനിധി ബോർഡിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ മത്സ്യബന്ധനം ഇവർ എന്തായിട്ടാണ് എടുത്തേക്കണത്? അനുബന്ധ തൊഴിലായിട്ടാണ് എടുത്തേക്കണത്. അതായത് അവരുടെ മെയിൻ തൊഴിലായിട്ടല്ല, അനുബന്ധ തൊഴിലായിട്ടാണ് എടുത്തിരിക്കുന്നത്. അത്തരം ആൾക്കാർ കൂടുതലുള്ളത് ആലപ്പുഴ ജില്ലയിൽ. അപ്പൊ മെയിൻ ഉപജീവന മാർഗമായിട്ട് എടുത്തിരിക്കുന്ന സജീവ മത്സ്യത്തൊഴിലാളികൾ തിരുവനന്തപുരം ജില്ലയിലും അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ ആലപ്പുഴ ജില്ലയിലുമാണ് കൂടുതൽ. എന്നാൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴ ജില്ല പറയും. ഏറ്റവും കുറവ് മത്സ്യത്തൊഴിലാളികൾ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് ജില്ല പറയും. ഇനി അടുത്തത് കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ ഉത്തരം തിരുവനന്തപുരം ജില്ല പറയണം. കടലിനെ ആശ്രയിച്ചു കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആലപ്പുഴ, ഏറ്റവും കുറവ് വയനാട്, കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ തിരുവനന്തപുരം, സജീവ മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ തിരുവനന്തപുരം, അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ എവിടെയാണ്? ആലപ്പുഴ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കടൽ കടൽ ഭക്ഷ്യ സംസ്കരണ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ അരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആലപ്പുഴ ജില്ലയിലെ അരൂറാണ് ഇന്ത്യയിലെ ആദ്യത്തെ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക്. എന്നാൽ ഇത് അടുത്ത ചോദ്യം പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആലപ്പുഴ ജില്ലയിലെ അരൂർ തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്ത് തന്നെയാണ് പറയാ? അരൂർ തന്നെയാ പറയാ. ഇനി കേരള തീരത്ത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കേരളത്തിന്റെ തീരത്ത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഏത് മത്സ്യമാണ്
മത്സ്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും മത്തിയാണ്. കേരള തീരത്ത് ഏറ്റവും അധികം ലഭിക്കുന്ന മത്സ്യം മത്തിയാണ്. എന്നാൽ കേരളത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം, കേരളത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ ചെമ്മീൻ പറയും. അപ്പൊ കേരള തീരത്ത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം മത്തിയാണ്. കേരളത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീനാണ്. ഇനി ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ, അലങ്കാര മത്സ്യം കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ഉത്തരം മിസ് കേരള എന്നതാണ്. എന്താണ് മിസ് കേരള? ഈ മിസ് കേരളയുടെ പ്രത്യേകത ഇതൊരു ശുദ്ധജല മത്സ്യമാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് ആലപ്പുഴ ജില്ലയിലെ അരൂറാണ്. കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്കും അരൂറാണ്. കേരള തീരത്ത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം മത്തിയാണ്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീനാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം എന്ന് പറയുന്നത് മിസ് കേരളയാണ്. അതൊരു ശുദ്ധജല മത്സ്യമാണ്. എന്താണ്? ശുദ്ധജല മത്സ്യമാണ്. ഇനി അടുത്തത് ഒരു എന്താ പറയുന്നത്, സംവിധാനത്തിന്റെ പേരാണ് നമ്മൾ പറയുന്നത്. അതിന്റെ പേര് ഇതാണ്, സെർച്ച്. എന്താണ്? സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ. സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ എന്നാണ് അതിന്റെ പേര്. എന്താണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ എന്ന് പറയുന്നത് മീൻപിടുത്തത്തിനിടയിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ എന്താണ് രക്ഷപ്പെടുത്താനുള്ള സംവിധാനമാണ്. ഉപഗ്രഹത്തിന്റെ സഹായത്തോടെ രക്ഷപ്പെടുത്തുന്ന സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ. കണ്ടോ? അതായത് നമ്മൾ മീൻപിടുത്തമൊക്കെ നടത്തുമ്പോൾ അതിലുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹത്തിന്റെ സഹായത്തോടെ രക്ഷപ്പെടുത്തുന്ന സംവിധാനത്തിന് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മളോട് അടുത്ത ചോദ്യം ചോദിക്കുന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് ഏത് നദിയിൽ കാണപ്പെടുന്നു എന്നാണ്. നദികൾ പഠിപ്പിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഓർമ്മയുള്ളവരും കേട്ടവരും പഠിച്ചവരും കൃത്യമായിട്ട് അത് ആൻസർ പറയും. ഏതാണ്? ചാലക്കുടി പുഴയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുകൾ ഉള്ളത് ചാലക്കുടി പുഴയിലാണ്. ഇനി കേരളല്ല, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നമുക്കറിയാം പാണ്ഡ്യന്മാര്, ചോളന്മാര്, ചേരന്മാര്, അങ്ങനെയുള്ള പല വിഭാഗങ്ങളായിട്ടുള്ള ആൾക്കാർ പഠിച്ചിരുന്നു. അങ്ങനെ ഈ പാണ്ഡ്യന്മാര് ഒരു രാജകീയ മുദ്ര ഉപയോഗിച്ചിരുന്നു. അങ്ങനെ കേരളത്തില് സൗത്ത് ഇന്ത്യയിൽ ഭരിച്ചിരുന്ന പാണ്ഡ്യന്മാരുടെ രാജകീയ മുദ്ര ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ശുദ്ധജല മത്സ്യമാണ്. എന്താണ്? ശുദ്ധജല മത്സ്യമാണ് പാണ്ഡ്യന്മാരുടെ രാജകീയ മുദ്ര എന്നും കൂടി നമ്മൾ ഓർത്തു വയ്ക്കുക. നമ്മളിപ്പോ എന്താ പറയാ, ഏൻഷ്യന്റ് ഇന്ത്യ പഠിക്കാനില്ലെങ്കിൽ കൂടി നമുക്ക് മത്സ്യസമ്പത്ത് എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിക്കാനുണ്ട്. അപ്പൊ ശുദ്ധജല മത്സ്യം അതിൽ പെടുന്നതാണ്. ഇനി ശാസ്ത്രീയമായിട്ട് മത്സ്യം വളർത്തുന്ന ഒരു രീതിയുണ്ട്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ശാസ്ത്രീയമായിട്ട് നമ്മൾ എങ്ങനെ മത്സ്യം വളർത്തുന്നു? ആ മത്സ്യം വളർത്തുന്ന രീതിക്ക് നമ്മൾ വിളിക്കുന്നത് പിസി കൾച്ചർ എന്നാണ്. ശാസ്ത്രീയമായി മത്സ്യം വളർത്തുന്ന രീതിക്ക് നമ്മൾ എന്ത് വിളിക്കുന്നു? പിസി കൾച്ചർ എന്ന് വിളിക്കുന്നു. അതുപോലെ അടുത്ത ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, മത്സ്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സമ്പത്ത്, മത്സ്യസമ്പത്തിന്റെ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ ആരംഭിച്ച പദ്ധതിക്ക് വിളിക്കുന്ന പേരെന്താണ്? ബ്ലൂ റെവല്യൂഷൻ അഥവാ നീല വിപ്ലവം എന്നാണ്. ഇപ്പൊ നമ്മൾ ഹരിത വിപ്ലവം, ധവള വിപ്ലവം അതൊക്കെ പഠിക്കുന്നുണ്ട് ഇല്ലേ? വൈറ്റ് റവല്യൂഷൻ, ഗ്രീൻ റവല്യൂഷൻ ഒക്കെ പഠിക്കണ പോലെ തന്നെ നീല വിപ്ലവം എന്ന് പറയുന്നത് മത്സ്യസമ്പത്തിന്റെ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? നീല വിപ്ലവം എന്ന് പറയുന്നത്. ഇനി നമ്മൾ മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെ കുറിച്ച് ചോദിക്കണെന്ന് വെച്ചാൽ എന്താണ് മത്സ്യങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം? മത്സ്യങ്ങളെ കുറിച്ചിട്ടുള്ള പഠനത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഇക്തിയോളജി. മത്സ്യങ്ങളെ കുറിച്ചിട്ടുള്ള പഠനത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു?
ഇക്തിയോളജി എന്ന് വിളിക്കുന്നു. അപ്പൊ മത്സ്യങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ് എന്ത്, ഇക്തിയോളജി എന്ന് പറയുന്നത്. എന്താണ് മത്സ്യങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം? ഇക്തിയോളജി. ഇനി നമ്മൾ മത്തി പോലുള്ള മത്സ്യങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ പറയും എന്താണ് അതില് എന്ത് നല്ല കൊഴുപ്പ് അല്ലെ, നല്ല കൊഴുപ്പിന്റെ സോഴ്സ് ധാരാളം ഉണ്ട് എന്ന് പറയും. അത് ഏതാണ് നല്ല കൊഴുപ്പ്? omega-3 ഫാറ്റി ആസിഡ് അല്ലെ, omega-3 ഫാറ്റി ആസിഡ്, omega-3 ഫാറ്റി ആസിഡ് എന്നറിയപ്പെടുന്ന നല്ല കൊഴുപ്പ് ധാരാളം അടങ്ങിയിട്ടുള്ള മത്സ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മത്സ്യത്തിന്റെ പേര് എന്താ നമ്മൾ പറയാ? മത്തിയാണ്. അപ്പൊ omega-3 ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിരിക്കുന്നു മത്തിയിൽ. ഇനി നമുക്കറിയാം മത്സ്യ എണ്ണകള് നമ്മൾ ആരോഗ്യത്തിന് ഉപയോഗിക്കുന്ന സംഭവമാണ് മത്സ്യ എണ്ണകൾ എന്ന് പറഞ്ഞാൽ. ഈ മത്സ്യ എണ്ണകളിൽ നിന്ന് നമുക്കൊരു ജീവകം ലഭിക്കുന്നുണ്ട്. മത്സ്യ എണ്ണകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ജീവകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ജീവകം എ ആണ് നമുക്ക് ലഭിക്കുന്നത്. മത്സ്യ എണ്ണകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ജീവകം ഏതാണ്? ജീവകം എ ആണ്. എന്താണ്? ജീവകം എ. ഇനി കൊതുകിനെ നശിപ്പിക്കാനായിട്ട് നമ്മൾ ഒരു തരം മത്സ്യത്തെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കൊതുകിനെ നശിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മത്സ്യത്തിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗപ്പിയാണ്. കൊതുക് നശീകരണത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ്? ഗപ്പിയാണ്. ഏതാണ്? ഗപ്പിയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ഫിഷറീസ് മന്ത്രി ആര് എന്ന് നമ്മളോട് ചോദിക്കാം. കേരളത്തിലെ ആദ്യത്തെ ഫിഷറീസ് മന്ത്രിയുടെ പേര് മേഴ്സിക്കുട്ടിയമ്മ എന്നാണ്. ആരാണ് കേരളത്തിലെ ആദ്യത്തെ ഫിഷറീസ് മന്ത്രി? മേഴ്സിക്കുട്ടിയമ്മ. കേരളം നമ്മള് രാഷ്ട്രീയ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ അതിലെ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയൊക്കെ ക്ലിയർ ആയിട്ട് പഠിക്കും. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഫിഷറീസ് മന്ത്രിയുടെ പേര് മേഴ്സിക്കുട്ടിയമ്മ എന്നാണ്. ആരാണ്? മേഴ്സിക്കുട്ടിയമ്മ. ഇനി മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനത്തിന്റെ എന്താ പറയാ ഉയർച്ച ലക്ഷ്യമിട്ട് അല്ലെങ്കിൽ വളർച്ച ലക്ഷ്യമിട്ട് അല്ലെങ്കിൽ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി, പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ 11ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. മത്സ്യബന്ധനം സമഗ്ര വികസനം, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേര് 11ാം പഞ്ചവത്സര പദ്ധതി എന്നാണ്. ഇനി ആഴക്കടൽ മത്സ്യബന്ധനത്തെ കുറിച്ച് പഠിക്കാനായി നമ്മൾ 2 കമ്മീഷനുകളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 കമ്മീഷനുകളാണ്. ഒന്ന് മുരാരി കമ്മീഷൻ, അടുത്തത് ഡോക്ടർ ബി മീനാകുമാരി കമ്മീഷൻ. മുരാരി കമ്മീഷനും മീനാകുമാരി കമ്മീഷനും ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് പഠിച്ചാലോ? വീണ്ടും ഒന്നും കൂടെ പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് പോവാം. അതായത് ഇപ്പൊ മത്സ്യബന്ധനം നടത്തുകയാണ്, ആഴക്കടലിലൊക്കെ പോയി മത്സ്യബന്ധനം നടത്തുമ്പോൾ പല അപകടങ്ങളും ഉണ്ടാവും. ആ അപകടങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹത്തിന്റെ സഹായത്തോടു കൂടി രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ. മത്സ്യസമ്പത്ത് ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടി പുഴ. പാണ്ഡ്യന്മാരുടെ രാജകീയ മുദ്ര എന്നറിയപ്പെടുന്നത് ശുദ്ധജല മത്സ്യമാണ്. ശാസ്ത്രീയമായി മത്സ്യം വളർത്തുന്ന രീതിക്ക് വിളിക്കുന്ന പേര് പിസിക്കൾച്ചർ എന്നാണ്. മത്സ്യസമ്പത്തിന്റെ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച പദ്ധതിയുടെ പേര് നീലവിപ്ലവം എന്നാണ്. മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ഇക്തിയോളജി എന്ന് വിളിക്കുന്നു. omega-3 ഫാറ്റി ആസിഡ് ധാരാളം കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് മത്തി. മത്സ്യ എണ്ണകളിൽ കാണപ്പെടുന്ന ജീവകമാണ് ജീവകം എ. കൊതുക് നശീകരണത്തിനായി ഉപയോഗിക്കുന്ന മത്സ്യമാണ് ഗപ്പി. കേരളത്തിലെ ആദ്യത്തെ ഫിഷറീസ് മന്ത്രിയുടെ പേര് മേഴ്സിക്കുട്ടിയമ്മ എന്നാണ്. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിട്ട് എന്താ പറയുന്നത്, സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു പദ്ധതി ഇന്ത്യയിൽ നിലവിൽ വന്നു. അത് എത്രാം പഞ്ചവത്സര പദ്ധതിയാണ്? 11. ആഴക്കടൽ മത്സ്യബന്ധനത്തെ കുറിച്ച് പഠിക്കാൻ നമ്മൾ അപ്പോയിന്റ് ചെയ്ത 2 കമ്മീഷനുകളാണ് മുരാരി കമ്മീഷനും ഡോക്ടർ ബി മീനാകുമാരി കമ്മീഷനും. ക്ലിയർ ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അല്ലെ? ഇനി അടുത്തത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ട്രോളിംഗ് എന്ന് പറയുന്ന കാര്യം. നമ്മൾ ട്രോളിങ്ങിന്റെ സമയത്ത് എന്താണ്, മത്സ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് നമുക്കറിയാം. അടുത്തത് എന്താണ്, മത്സ്യം പിടിക്കാനായിട്ട് ആഴക്കടലിലേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് എന്ന് ട്രോളിംഗ് ആരംഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1988 ട്രോളിംഗ് ആരംഭിച്ചത്. ട്രോളിംഗ് നിരോധനം ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലത്താണ് അത് ആദ്യമായിട്ട്
ആദ്യമായിട്ട് ആരംഭിച്ചത്. ട്രോളിംഗ് നിരോധനം ആദ്യമായിട്ട് ആരംഭിച്ചത് നമ്മുടെ കൊല്ലത്താണ്. എന്തിനാണ് നമ്മുടെ ട്രോളിംഗ് നിയന്ത്രണം കൊണ്ടുവരുന്നത്? മത്സ്യസ്രോതസ്സുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. അതായത് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ പ്രധാനമായിട്ടും ചാള, അതുപോലെ തന്നെ അയല തുടങ്ങിയ മത്സ്യങ്ങളുടെ പ്രജനന സമയമാണ്. അപ്പൊ ഇത്തരം മത്സ്യങ്ങളുടെ പ്രജനന സമയത്ത് അവയെ പിടിച്ച് നശിപ്പിക്കാതിരിക്കാൻ ഏകദേശം 50 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രോളിംഗ് നിരോധനം എന്ന് പറയുന്നത്. തീരത്ത് നിന്ന്, നമ്മുടെ തീരദേശത്ത് നിന്ന് ഏകദേശം 22 കിലോമീറ്റർ ദൂരം വരെ എന്ത് നമ്മൾ അനുവദിക്കില്ല എന്ന് മനസ്സിലാക്കുക? മത്സ്യബന്ധനം അനുവദിക്കില്ല. ഈ 22 കിലോമീറ്റർ ദൂരത്തിന് പകരം നമ്മളോട് നോട്ടിക്കൽ മൈൽ കണക്ക് ചോദിക്കാറുണ്ട്. 12 നോട്ടിക്കൽ മൈലാണ് ചോദിക്കാറ്. അപ്പൊ എത്ര നോട്ടിക്കൽ മൈൽ വരെ അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ദൂരം വരെ എന്ത് അനുവദിക്കില്ല? അതായത് മത്സ്യബന്ധനം അനുവദിക്കില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിലോമീറ്റർ പറയുകയാണെങ്കിൽ 22 കിലോമീറ്ററും നോട്ടിക്കൽ പറയുകയാണെങ്കിൽ 12 നോട്ടിക്കൽ മൈലും പറയണം. PSC പരീക്ഷയ്ക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ് എന്നുള്ളത്. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1.852 കിലോമീറ്റർ ആണ്. ഒരു നോട്ടിക്കൽ മൈൽ 1.852 കിലോമീറ്റർ ആണ് എന്ത് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ മത്സ്യസ്രോതസ്സുകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് നമ്മുടെ തീരത്ത് നിന്ന് 22 കിലോമീറ്റർ ദൂരം വരെയോ അല്ലെങ്കിൽ 12 നോട്ടിക്കൽ മൈൽ ദൂരം വരെയോ നമ്മൾ മത്സ്യബന്ധനം അനുവദിക്കില്ല. ഈ പരിപാടിയെ വിളിക്കുന്ന, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രോളിംഗ് നിയന്ത്രണം. അത് ആദ്യമായിട്ട് ആരംഭിച്ചത് 1988 ആദ്യം ആരംഭിച്ചത് കൊല്ലം ജില്ലയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1.852 കിലോമീറ്റർ ആണ്. ഇനി അടുത്തത് നമുക്കറിയാം, കേരളത്തിൽ മത്സ്യവുമായി ബന്ധപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് എന്താണ്? ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ്, അല്ലെ? ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ്. ഓഷ്യൻ സയൻസ് എന്നാണ് അതിന്റെ മുഴുവൻ പേര്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് അല്ലെങ്കിൽ ഫിഷറീസ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയും. ഇതിന്റെ ആസ്ഥാനം എറണാകുളം ജില്ലയിലാണ്, പനങ്ങാടാണ്. എവിടെയാണ്? പനങ്ങാട്. PSC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് എവിടെയാണ്? പനങ്ങാടാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് എവിടെയാണ്? പനങ്ങാടാണ്. ഇനി നമ്മൾ 1988 ട്രോളിംഗ് നിരോധനം എന്ന് പറഞ്ഞുവെങ്കിൽ അടുത്ത ഒരു നിയമമാണ് നമ്മൾ പഠിക്കുന്നത്. കേരള സമുദ്ര മത്സ്യബന്ധന നിയമം. കേരള സമുദ്ര മത്സ്യബന്ധന നിയമം. കേരള സമുദ്ര മത്സ്യബന്ധന നിയമം നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും 1980 കേരള സമുദ്ര മത്സ്യബന്ധന നിയമം നിലവിൽ വന്നത് 1980. ഇനി വേൾഡില് അഥവാ ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യ ഉൽപാദനം നടക്കുന്നത് ചൈനയിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യ ഉൽപാദനം നടക്കുന്നത് ചൈനയിലാണ്. നമ്മൾ പഠിക്കേണ്ടത് ഇന്ത്യയുടെ പൊസിഷനാണ്. ഇന്ത്യക്ക് മത്സ്യ ഉൽപാദനത്തിൽ 3-ാം സ്ഥാനമാണ്. ഇന്ത്യക്ക് മത്സ്യ ഉൽപാദനത്തിൽ എത്രാം സ്ഥാനമാണ്? 3-ാം സ്ഥാനമാണ്. ഇനി നമ്മൾ കണ്ടിട്ടുണ്ട്, അതായത് കേട്ടിട്ടുണ്ടായിരിക്കും, കാണല് കുറവായിരിക്കും. അതായത് അറബിക്കടലില് ഒരു പ്രതിഭാസം നമ്മൾ പലപ്പോഴും പേപ്പറിലൊക്കെ കാണാറുണ്ട്. ആ പ്രതിഭാസത്തിന്റെ പേരാണ് ചാകര. അറബിക്കടലിൽ കാണപ്പെടുന്ന ചില പ്രതിഭാസമാണ് ചാകര. ചാകര എന്ന് പറഞ്ഞ കൂട്ടത്തോടെ മീനുകൾ വന്ന് അടിയാണ്. അതായത് എന്താ പറയാ, കടപ്പുറം മുഴുവൻ മീൻ കൊണ്ട് നിറയുന്നതൊക്കെ ചിലപ്പോൾ നമ്മൾ കാണാം. അങ്ങനെ നടക്കുന്ന ചാകര പ്രതിഭാസം നടക്കുന്ന 2 കടപ്പുറങ്ങളാണ്. ഒന്ന് പുറക്കാട്, വളരെയധികം ചാകര പ്രതിഭാസം നടക്കുന്നതാണ് പുറക്കാട് കടപ്പുറവും അതുപോലെ തന്നെ തുമ്പോളി കടപ്പുറവും. അപ്പൊ അറബിക്കടലിൽ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ചാകര. ഇത് നടക്കുന്നത് പ്രധാനമായിട്ടും 2 കടപ്പുറങ്ങളിലാണ് കൂടുതൽ നമ്മൾ കാണപ്പെടുന്നത്. ഒന്ന് പുറക്കാട് കടപ്പുറത്തും അടുത്തത് എവിടെയുമാണ്? തുമ്പോളി കടപ്പുറത്തുമാണ്. ഒന്ന് പുറക്കാട് കടപ്പുറത്തും അടുത്തത് തുമ്പോളി കടപ്പുറത്തുമാണ്. ഇനി അടുത്തത് മാതൃക മത്സ്യഗ്രാമം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. മാതൃക മത്സ്യഗ്രാമം. എന്താണ് മാതൃക മത്സ്യഗ്രാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മത്സ്യഗ്രാമങ്ങളുടെ അതായത്
മീൻപിടുത്തം ഒക്കെ നടത്തുന്ന തൊഴിൽ ഉപജീവനമാക്കിയിട്ടുള്ള ആൾക്കാരുടെ ഗ്രാമങ്ങൾ ഉണ്ടാവും അല്ലെ. അത്തരം ഗ്രാമങ്ങളുടെ വികസനം ലക്ഷ്യമാക്കി ആര് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് മാതൃകാ മത്സ്യഗ്രാമം എന്ന് പറയുന്നത്. അങ്ങനെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമത്തിന്റെ പേര് കുമ്പളങ്ങി എന്നാണ്. ഈ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച നടന്നിട്ടുള്ള പരീക്ഷയ്ക്ക് കൂടെ ചോദിച്ച ചോദ്യമാണ്, അറ്റൻഡറുടെ എക്സാമിനും കൂടെ ചോദിച്ച ചോദ്യമാണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കുമ്പളങ്ങിയാണ്. അപ്പൊ ഇതൊന്നും കൂടെ പറയാം. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി എന്താണ്? മാതൃകാ മത്സ്യഗ്രാമം. ഇനി അടുത്തത് മത്സ്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അറബിക്കടലിൽ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ചാകര. കാണപ്പെടുന്നത് പുറക്കാട്, തുമ്പോളി കടപ്പുറങ്ങളിലാണ് കൂടുതൽ. ലോകത്തെ മത്സ്യ ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 3-ാം സ്ഥാനം, 1-ാം സ്ഥാനം ചൈനയ്ക്ക്. കേരള സമുദ്ര മത്സ്യബന്ധന നിയമം നിലവിൽ വന്നത് 1980. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസിന്റെ ആസ്ഥാനം പനങ്ങാട്. 1988 ട്രോളിംഗ് നിരോധനം നമ്മുടെ ഇവിടെ തുടങ്ങുന്നത്. ആദ്യമായിട്ട് കൊല്ലത്താണ് ആരംഭിച്ചത്. ചാള, അയല തുടങ്ങിയ മത്സ്യങ്ങളുടെ പ്രജനന സമയമാണ് എന്നുള്ളത് കൊണ്ട് ജൂൺ ജൂലൈ മാസങ്ങളില് 50 ദിവസങ്ങളിലാണ് ട്രോളിംഗ് നിരോധനം നമ്മൾ നടത്താറ്. അതായത് മത്സ്യബന്ധനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബോട്ടുകളൊന്നും 22 കിലോമീറ്റർ ദൂരം വരെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ 12 നോട്ടിക്കൽ മൈൽ വരെ മത്സ്യബന്ധനത്തിന് പറഞ്ഞു വിടാറില്ല എന്നുള്ളതാണ്. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1.852 കിലോമീറ്റർ ആണ്. ഇത്തരം കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് മത്സ്യത്തൊഴിലാളികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ അപ്പെക്സ് ബോഡി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ഉയർന്ന ബോഡി അപ്പെക്സ് ബോഡി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം നമ്മൾ പറയാം മത്സ്യഫെഡ് ആണ്. എന്താണ് അതിന്റെ ഉത്തരം? മത്സ്യഫെഡ് ആണ്. എന്താണ് ചോദ്യം നമ്മൾ പറഞ്ഞത്? മത്സ്യത്തൊഴിലാളികളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ അപ്പെക്സ് ബോഡിയാണ്. അപ്പെക്സ് ബോഡിയുടെ പേരാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്സ്യഫെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തിരുവനന്തപുരം ആസ്ഥാനമായി 1984 മത്സ്യഫെഡ് ആരംഭിക്കുന്നത്. തിരുവനന്തപുരം ആസ്ഥാനമായി 1984 മത്സ്യഫെഡ് ആരംഭിച്ചു. ആ മത്സ്യഫെഡിന്റെ ഉൽപ്പന്നങ്ങൾക്ക് വിളിക്കുന്ന പേര് ന്യൂട്രി ഫിഷ് എന്നാണ്. മത്സ്യഫെഡ് ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന പേര് എന്താണ്? ന്യൂട്രി ഫിഷ് എന്നാണ്. ഇനി മത്സ്യഫെഡിന്റെ വാർത്താ പത്രികയുണ്ട്. അവരുടെ വാർത്താ പത്രികയ്ക്ക് വിളിക്കുന്ന പേര് മത്സ്യ എന്നാണ്. വാർത്താ പത്രികയുടെ പേര് മത്സ്യ എന്ന് തന്നെയാണ്. മത്സ്യത്തൊഴിലാളി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അപ്പെക്സ് ബോഡിയാണ് മത്സ്യഫെഡ്. തിരുവനന്തപുരം ആസ്ഥാനമായി 1984 നിലവിൽ വന്ന മത്സ്യഫെഡിന്റെ ഉൽപ്പന്നമാണ് ന്യൂട്രിഫിഷ്. അവരുടെ വാർത്താ പത്രികയുടെ പേരാണ് മത്സ്യ. ഇനി അടുത്തത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് പറയണേ. അടുത്തത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞത് മത്സ്യഫെഡ് ആണ്. ഇനി നമ്മൾ പറയുന്നു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്? ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് 1956 നിലവിൽ വന്നു. തിരുവനന്തപുരം ജില്ലയാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം. തിരുവനന്തപുരം ജില്ലയിലെ വികാസ് ഭവനാണ് അതിന്റെ ആസ്ഥാനം. അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ വികാസ് ഭവനാണ് 1956 നിലവിൽ വന്ന ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം. ഇനി ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കടലിലെ രക്ഷാപ്രവർത്തനങ്ങളെ മുൻനിർത്തി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എന്താരംഭിച്ചു എന്നാ പറയുന്നത്? മെറൈൻ ആംബുലൻസ് സംവിധാനം ആരംഭിക്കുകയുണ്ടായി. എന്താണ്? മെറൈൻ ആംബുലൻസ് ആരംഭിക്കുകയുണ്ടായി. അങ്ങനെ അവർ ആരംഭിച്ച മെറൈൻ ആംബുലൻസുകളാണ് ആദ്യത്തത് പ്രതീക്ഷ. എന്താണ്? ഒന്ന് പ്രതീക്ഷ.
പ്രതീക്ഷ എവിടെയാണ് ആരംഭിച്ചത്? വിഴിഞ്ഞത്താണ്. മെറൈൻ ആംബുലൻസ് പ്രതീക്ഷ വിഴിഞ്ഞം. അടുത്തത് കാരുണ്യ. അടുത്തതിന്റെ പേര് കാരുണ്യ എന്നാണ്. കാരുണ്യ ആരംഭിച്ചത് ബേപ്പൂരാണ്. കാരുണ്യ ആരംഭിച്ചത് ബേപ്പൂരാണ്. അടുത്തതിന്റെ പേര് പ്രത്യാശ എന്നാണ്. പ്രത്യാശ ആരംഭിച്ചത് വൈപ്പിനിലാണ്. പ്രത്യാശ ആരംഭിച്ചത് വൈപ്പിനിലാണ്. അപ്പൊ ഫിഷറീസ് ഡെവലപ്മെന്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് ഒരു ഫിഷറീസ് കോർപ്പറേഷൻ കൂടിയുണ്ട്. ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളമാണ്. എറണാകുളം. അത് നിലവിൽ വന്നത് 1966 അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടെ പഠിച്ചേ. മത്സ്യത്തൊഴിലാളികളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ അപ്പെക്സ് ബോഡിയെ നമ്മൾ മത്സ്യഫെഡ് എന്ന് വിളിക്കുന്നു. 1984 തിരുവനന്തപുരം ജില്ലയിൽ മത്സ്യഫെഡ് നിലവിൽ വന്നു. മത്സ്യഫെഡിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ന്യൂട്രിഫിഷ് എന്ന് വിളിക്കുന്നു. മത്സ്യഫെഡിന്റെ വാർത്താപത്രിക മത്സ്യയാണ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് 1956 ആരംഭിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ വികാസ് ഭവനാണ് ആസ്ഥാനം. കടലിലെ രക്ഷാപ്രവർത്തനങ്ങൾ മുൻനിർത്തി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച മെറൈൻ ആംബുലൻസ് സംവിധാനങ്ങളാണ് ഒന്ന് പ്രതീക്ഷ, അത് വിഴിഞ്ഞത്താണ്. അടുത്തത് കാരുണ്യ, അടുത്ത ബേപ്പൂരാണ്. അടുത്തത് പ്രത്യാശ, അത് വൈപ്പിനിലാണ്. ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളമാണ്. അത് നിലവിൽ വന്ന വർഷം 1966 66. ഇനി അടുത്തൊരു സ്ഥാപനത്തിന്റെ പേരാ നമ്മൾ പഠിക്കണത്. സ്ഥാപനം ഇതാണ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. അതിന്റെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് കൊച്ചിയിലാണ്. കൊച്ചിയിലെ അതിന്റെ ആസ്ഥാനത്തെ വിളിക്കുന്നത് മത്സ്യപുരി എന്നാണ്. ഇപ്പൊ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി കൊച്ചിയിലെ മത്സ്യപുരിയാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി കൊച്ചിയിലെ മത്സ്യപുരി. അടുത്തത് മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മൾ പറഞ്ഞു, അതായത് മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കി മാറ്റിയിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് സംവിധാനം, ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ കേരളമാണ് പറയാ. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം ഏർപ്പാടാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇനി അടുത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അത്, എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാണ്. ഇൻഡോ നോർവീജിയൻ അറിയാലോ നിങ്ങൾക്ക്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റിന് ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റിന് നമ്മൾ തുടക്കം കുറിച്ചത് എവിടെയാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ പഠിച്ചത്? കൊല്ലം ജില്ലയിൽ നീണ്ടകര എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊല്ലം ജില്ലയിൽ നീണ്ടകര എന്ന് പറയുന്ന സ്ഥലത്താണ് അതിന് തുടക്കം കുറിച്ചത്. അതായത് എന്തിനു വേണ്ടിയിട്ടാണിത്? മത്സ്യബന്ധനത്തിന്റെ വികസനത്തിന്, തീരദേശ ജനങ്ങളുടെ ഉന്നമനത്തിന് ഒക്കെ വേണ്ടിയിട്ട് നോർവേയുമായി സഹകരിച്ചുകൊണ്ട് ആരംഭിച്ച മത്സ്യബന്ധന കരാറാണ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ്. ആരംഭിച്ച വർഷം 1953 ഏതാണ്? 1953. ഇനി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലുള്ള മെഗാ സീ ഫുഡ് പാർക്ക് ഏതാണ്? മെഗാ സീ ഫുഡ് പാർക്ക് എവിടെയാണ്? പള്ളിപ്പുറത്താണ്. എവിടെയാണ്? പള്ളിപ്പുറം ട്ടോ. പള്ളിപ്പുറം. ചില ബുക്കുകളില് ചേർത്തലാന്നും കാണാണ്ട്. പള്ളിപ്പുറം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്ത് പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. ക്ലിയർ ആയില്ലേ? കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലുള്ള മെഗാ സീ ഫുഡ് പാർക്കിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ മൾട്ടി സ്പീഷീസ് ഫിഷ് ഹാച്ചറി എവിടെയാണ്? ഓടയം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓടയം അത് തിരുവനന്തപുരം ജില്ലയിലെ സ്ഥലമാണ്. കേരളത്തിലെ ആദ്യത്തെ മൾട്ടി സ്പീഷീസ് ഫിഷ് ഹാച്ചറി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഓടയത്താണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള
ഫ്ലാറ്റ് സമുച്ചയം നിലവിൽ വരുന്നത്, ഫ്ലാറ്റ് സമുച്ചയം എവിടെയാണ്? ഫ്ലാറ്റ് സമുച്ചയം ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയം ആലപ്പുഴയിലാണ്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം, മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസ പദ്ധതിയുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസ പദ്ധതിക്ക് വിളിക്കുന്ന പേര് പുനർഗേഹം എന്നാണ്. എന്താണ്? പുനർഗേഹം എന്നാണ്. മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസ പദ്ധതിയുടെ പേര് പുനർഗേഹം എന്നാണ്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അടുത്തൊരു സംഭവമാണ് സാഫ്. അതായത് മത്സ്യത്തൊഴിലാളികളുടെ തന്നെ സ്ത്രീകളുണ്ട്, സ്ത്രീ തൊഴിലാളികളുണ്ട് അല്ലേ? മത്സ്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന സ്ത്രീകളുണ്ട്. അവരുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി എന്താണ്? ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു ഏജൻസിയുടെ പേരാണ് എന്ത്? സാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്താണ്? മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു ഏജൻസിയാണ് സാഫ്. ഈ സാഫ് ഒരു ചെറുകിട തൊഴിൽ പദ്ധതി നടത്തുന്നുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറുകിട തൊഴിൽ പദ്ധതി നടത്തുന്നുണ്ട്. തൊഴിൽ പദ്ധതി. ആ തൊഴിൽ പദ്ധതിയുടെ പേര് തീരമൈത്രി എന്നാണ്. അതിന്റെ പേര് തീരമൈത്രി എന്നാണ്. അപ്പൊ ഇത്രയും പറഞ്ഞത് നമ്മൾ ഒന്നും കൂടെ പഠിച്ചാലോ? എന്താ പറഞ്ഞേ? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ആസ്ഥാനം കൊച്ചിയിലെ മത്സ്യപുരിയാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് എന്തിനു വേണ്ടിയിട്ട്? തീരദേശ ജനങ്ങളുടെ ഉന്നമനം, മത്സ്യബന്ധനത്തിന്റെ ഡെവലപ്മെന്റ് ഉദ്ദേശിച്ചുകൊണ്ട് നോർവേയുമായി സഹകരിച്ചുകൊണ്ട് നമ്മൾ ആരംഭിച്ച പ്രോജക്റ്റ് ആണ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ്. 1953 കൊല്ലം ജില്ലയിലെ നീണ്ടകരയിൽ തുടങ്ങി. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലുള്ള മെഗാ സീ ഫുഡ് പാർക്ക് എവിടെയാണ്? പള്ളിപ്പുറാണ്, ചേർത്തല, ആലപ്പുഴ ജില്ല. കേരളത്തിലെ ആദ്യത്തെ മൾട്ടി സ്പീഷീസ് ഫിഷ് ഹാച്ചറി ഓടയത്താണ്, തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ വലിയ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ ഫ്ലാറ്റ് സമുച്ചയം ആലപ്പുഴയിലാണ്. അവരുടെ പുനരധിവാസ പദ്ധതിക്ക് നമ്മൾ പുനർഗേഹം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇനി സ്ത്രീ തൊഴിലാളികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു ഏജൻസിയാണ് സാഫ്. അവർ നടത്തുന്ന ചെറുകിട തൊഴിൽ പദ്ധതിയുടെ പേരാണ് തീരമൈത്രി. അപ്പൊ ഏകദേശം മക്കളെ നമുക്ക് മത്സ്യബന്ധനം ഒരു എന്താ പറയാ 80% ആയി എന്ന് പറയാനേ പറ്റുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ ഇവരുടെ കീഴിലുള്ള പദ്ധതികളാണ്. അപ്പൊ കേരളത്തിന്റെ നമ്മള് എന്താ പറയുന്നത് പദ്ധതികൾ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് മത്സ്യബന്ധന പദ്ധതികളും കൂടി ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ ഇതും കൂടി ആവുമ്പോൾ എല്ലാം കൂടി ആവുമ്പോൾ കുറെ അധികം ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക്. ഇനി പദ്ധതികൾ കുറെ അധികം പഠിക്കാണ്ട്, പദ്ധതികൾ നമുക്ക് പരീക്ഷയ്ക്ക് പലതും ചോദിക്കുന്നതാണ് എന്നുള്ളതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ പദ്ധതി പഠിക്കുമ്പോൾ അതും കൂടെ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ എന്താ പറയാ മത്സ്യബന്ധനം എന്ന് പറയുന്ന ടോപ്പിക്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് ചാനൽ കാണുന്നതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.